വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ? അടിപൊളി എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് കുടിച്ചവർക്ക് മനസ്സിലാവില്ല എന്താണെന്ന്, ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയൂ ഇത് എന്ത് ജ്യൂസാണെന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബറും കുറച്ച് ബദാമും ആണ്. ഒരു കുക്കുംബറിന് 10 ബദാം മതി കേട്ടോ. ഇനി നമുക്ക് കുക്കുംബർ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എനിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായി അരിഞ്ഞ് കിട്ടണം. ഇങ്ങനെ ആക്കിയാലേ തരികളൊന്നും ഇല്ലാതെ ഫൈനായി അരിഞ്ഞ് കിട്ടുള്ളൂ. ഇതാ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ജ്യൂസ് ജാറിലേക്ക് ബദാമും കുക്കുംബറും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തണുത്ത പാലിൽ അടിച്ചാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ബദാമിന്റെയും കുക്കുംബറിന്റെയും ഒന്നും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ കട്ടപ്പാലാണ് ഏറ്റവും നല്ലത്. കട്ടപ്പാൽ ഇല്ലെങ്കിൽ നല്ല തണുപ്പുള്ള പാലായാലും മതി കേട്ടോ. ഇനി ഇതൊന്നും കൂടി അടിച്ചെടുക്കാം. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ കട്ടപ്പാലിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടപ്പാലിൽ അടിച്ചാൽ ഇത് കുക്കുംബർ ജ്യൂസ് ആണെന്നേ പറയില്ല. ഇത് നമുക്ക് ഇളനീർ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസ് ആണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഗുണങ്ങളും ഒരുപാടുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിരവധി ഗുണങ്ങൾ നൽകുന്നതാണ് കുക്കുംബറും ബദാമും. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ചർമ്മത്തിന് തിളക്കം നൽകാനും കുക്കുംബർ സഹായിക്കുന്നു. ബദാം ആകട്ടെ വിശപ്പ് നിയന്ത്രിക്കാനും ശരീരത്തിന് ആവശ്യമായ പോഷകം നൽകാനും കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയാനും സഹായിക്കുന്നു. എല്ലാവരും ഈ ചൂടുകാലത്ത് ഇതുപോലുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കി നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ദിവസവും കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഗസ്റ്റ് ഒക്കെ വന്നാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അവർ നിങ്ങളോട് ഇത് എന്ത് ജ്യൂസ് ആണെന്ന് ചോദിക്കും. ഉറപ്പാണ്. ഇളനീർ ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലാണ് ഇതിന്. തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ആളെന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.